ഹിറ്റ്ലർ എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം നേടിയത് എന്ന് നോക്കാം. വിത്ത് ഹിസ് ഒറേറ്ററി സ്കിൽസ് ആൻഡ് ഓർഗനൈസേഷണൽ എബിലിറ്റീസ് ഹിറ്റ്ലർ ഈസിലി സക്സീഡഡ് ഇൻ ഗെയിനിങ് പോപ്പുലർ സപ്പോർട്ട്. അദ്ദേഹത്തിൻ്റെ ഒറേറ്ററി സ്കിൽസ്, സംഭാഷണ പാടവം, അദ്ദേഹം നല്ലൊരു പ്രാസംഗികനായിരുന്നു. തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആൻഡ് ഓർഗനൈസേഷണൽ എബിലിറ്റീസ്, മികച്ച ഒരു സംഘാടകൻ, സംഘാടനത്തിൽ അദ്ദേഹത്തിനുള്ള കഴിവ്, ഇതൊക്കെ അദ്ദേഹത്തിന് ജനപിന്തുണ നേടുന്നതിൽ സഹായിച്ചു. ഹി ഡിസ്മിസ്ഡ് ദ ഗവൺമെന്റ് ആൻഡ് ക്യാപ്ചേർഡ് പവർ. അവിടെ അധികാരത്തിലുണ്ടായിരുന്ന ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്യുകയും അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ജ്യൂസ് ആൻഡ് ഡെമോക്രാറ്റ്സ് വെയർ എക്സിക്യൂട്ടഡ്. സോഷ്യലിസ്റ്റുകളെ, കമ്മ്യൂണിസ്റ്റുകളെ, ജൂതന്മാരെ, പ്രത്യേക വിഭാഗക്കാരാണ് ജൂതന്മാരെ, ജനാധിപത്യവാദികളെ ഒക്കെ തൂക്കിക്കൊന്നു. ഹിറ്റ്ലർ ഹെൽഡ് ദ ജ്യൂസ് റെസ്പോൺസിബിൾ ഫോർ ജർമ്മനീസ് റൂയിൻ ആൻഡ് ഹ്യൂമിലിയേഷൻ. ഹിറ്റ്ലർ പറഞ്ഞത് ജർമ്മനിയുടെ നാശത്തിനും പരാജയത്തിനുമൊക്കെ കാരണം ജൂതന്മാരാണ് എന്നാണ്. ജ്യൂസ് വെയർ റെസ്പോൺസിബിൾ ഫോർ ജർമ്മനീസ് റൂയിൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജ്യൂസ് വെയർ മസാക്കേഡ് ഇൻ മാസസ് ഇൻ സ്പെഷ്യലി ബിൽറ്റ് കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്. ജൂതന്മാരെ പിടിച്ചുകൊണ്ടുപോയി മസാക്കർ ചെയ്തു, കൂട്ടക്കൊല. ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തു, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടിട്ട് കൂട്ടക്കൊല ചെയ്യുകയുണ്ടായി അദ്ദേഹം. ദിസ് ഈസ് നോൺ ആസ് ദ ഹോളോകോസ്റ്റ്. ഇതിനെ ഒരു പ്രത്യേക പേരിലാണ് അറിയപ്പെടുന്നത്, ഹോളോകോസ്റ്റ്. അത്രയും സ്ഥലം ഒന്ന് വരച്ചു വെച്ചിരിക്കുക. ജ്യൂസ് വെയർ മസാക്കേഡ് ഇൻ മാസസ് ഇൻ സ്പെഷ്യലി ബിൽറ്റ് കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്. ദിസ് ഈസ് നോൺ ആസ് ഹോളോകോസ്റ്റ്. എന്താണ് ഹോളോകോസ്റ്റ്? ചിലപ്പോൾ ഈ ഹോളോകോസ്റ്റ് എന്ന പദം, ദ ടേം ഹോളോകോസ്റ്റ് ഈസ് റിലേറ്റഡ് ടു വിച്ച് ഫാസിസ്റ്റ് റൂളർ. അപ്പോൾ ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അഡോൾഫ് ഹിറ്റ്ലർ. എന്താണ് ഹോളോകോസ്റ്റ്? ഹിറ്റ്ലർ പറഞ്ഞത്, ഹിറ്റ്ലർ held Jews responsible for Germany's ruin and humiliation. So they were massacred in masses in specially built concentration camps. These massacres were known as the Holocaust. ഇതിനെയാണ് ഹോളോകോസ്റ്റ് എന്ന് വിളിച്ചത്. A military force, brown shirts and a secret police troop, Gestapo, were in charge of assaulting and massacring the Jews. ജൂതന്മാരെ ഉപദ്രവിക്കുന്നതിന്, പിടിച്ചുകൊണ്ടു പോകുന്നതിന്, കൂട്ടക്കൊല ചെയ്യുന്നതിനൊക്കെ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ സീക്രട്ട് പോലീസും അതേപോലെ തന്നെ ഒരു മിലിറ്ററി ഫോഴ്സുമാണ്. നമ്മുടെ അഡോൾഫ് ഹിറ്റ്ലറിന് ഒരു സീക്രട്ട് പോലീസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സീക്രട്ട് പോലീസിൻ്റെ പേര് ഗസ്റ്റപ്പോ എന്നാണ്. ഗസ്റ്റപ്പോ എന്ന പേരുള്ള ഒരു സീക്രട്ട് പോലീസ്, രഹസ്യ പോലീസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മിലിറ്ററി ഫോഴ്സ് ഉണ്ട്. അതിനെ ബ്രൗൺ ഷർട്ട്സ് എന്നാണ് വിളിച്ചിരുന്നത്, ബ്രൗൺ ഷർട്ട്സ്. അപ്പോൾ ബ്ലാക്ക് ഷർട്ട്സ് എന്ന് പറയുന്നത് മുസോളിനിയുടേതായിരുന്നു, ബ്രൗൺ ഷർട്ട്സ് എന്ന് പറയുന്നത് ഹിറ്റ്ലറുടേതാണ്. രണ്ടും മിലിറ്ററി ഫോഴ്സാണ്, ബ്രൗൺ ഷർട്ട്സ്. അങ്ങനെ ജൂതന്മാരെ കൊന്നൊടുക്കി. ഹിറ്റ്ലർ പ്രൊജക്റ്റഡ് ദ പ്യൂരിറ്റി ഓഫ് ദ ആര്യൻ റേസ് ആൻഡ് ആർഗ്യൂഡ് ദാറ്റ് ദ ആര്യൻസ് ഷുഡ് റൂൾ ദ വേൾഡ്. ആര്യൻ വംശമേധാവിത്വം ഉയർത്തിപ്പിടിച്ച ആളാണ് ഹിറ്റ്ലർ. ഹിറ്റ്ലർ പ്രൊജക്റ്റഡ് ദ പ്യൂരിറ്റി ഓഫ് ആര്യൻ റേസ്. ആര്യൻ വർഗത്തിൻ്റെ, ആര്യൻ വംശത്തിൻ്റെ മേധാവിത്വം ഉയർത്തിപ്പിടിച്ചു. ഹി ആർഗ്യൂഡ് ദാറ്റ് ആര്യൻസ് ഷുഡ് റൂൾ ദ വേൾഡ്. ആര്യന്മാർ ലോകം ഭരിക്കേണ്ടവരാണ്, ലോകത്തെ ഭരിക്കേണ്ടവരാണ് ആര്യന്മാർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹി ഡീഫൈഡ് ദ ആര്യൻ ആൻസിസ്ട്രി ഓഫ് ജർമ്മൻസ്. അതുപോലെ ജർമ്മൻകാരുടെ ആര്യൻ പാരമ്പര്യത്തെ അദ്ദേഹം മഹത്വവൽക്കരിച്ച് കാണിച്ചു. ഓൾ അതർ പൊളിറ്റിക്കൽ പാർട്ടീസ് എക്സെപ്റ്റ് ദ നാസി പാർട്ടി വെയർ ബാൻഡ്. ട്രേഡ് യൂണിയൻസ് ആൾസോ ബാൻഡ്. ജർമ്മനിയിൽ നാസി പാർട്ടി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അദ്ദേഹം നിരോധിച്ചു. ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ നിരോധിച്ചു. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണം മുന്നോട്ട് പോയത്. മിലിറ്ററി സർവീസ് വാസ് മെയ്ഡ് കമ്പൽസറി. സൈനിക സേവനം കമ്പൽസറിയാക്കി, സൈനിക സേവനം നിർബന്ധിതമാക്കി. ഹിറ്റ്ലർ incited a spirit of revenge among the Germans against the terms of the Treaty of Versailles. വെഴ്സായിൽസ് സന്ധിയിലെ വ്യവസ്ഥകൾക്കെതിരെ ജനങ്ങളുടെ മനസ്സിൽ ഒരു റിവഞ്ച്, പ്രതികാര ബുദ്ധി വളർത്തിയെടുക്കാൻ, ബ്രിട്ടനോട് ഒരു പ്രതികാര ബുദ്ധി വളർത്തിയെടുക്കാൻ ഹിറ്റ്ലർ ശ്രമിച്ചു. അദ്ദേഹം അതിൽ വിജയിക്കുകയും ചെയ്തു.
He used newspapers, radio, cinema and education system widely to propagate the ideologies of Nazism. നാസിസത്തിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വർത്തമാന പത്രങ്ങളും റേഡിയോയും സിനിമയും എഡ്യൂക്കേഷൻ സിസ്റ്റം വിദ്യാഭ്യാസ സമ്പ്രദായവും പ്രയോജനപ്പെടുത്തി. ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ഫീലിംഗ് ഓഫ് റിവഞ്ച് എമംഗ് ജർമൻസ്, ഹിറ്റ്ലർ അഡോപ്റ്റഡ് ആൻ അഗ്രസീവ് ഫോറിൻ പോളിസി. ജനങ്ങൾക്കിടയിലെ റിവഞ്ച് അല്ലെങ്കിൽ പ്രതികാര ബുദ്ധി വളർത്തിയെടുക്കുന്നതിന് അദ്ദേഹം അഗ്രസീവായ ഒരു ഫോറിൻ പോളിസി തന്നെ ഫോളോ ചെയ്യുകയും ചെയ്തു. ഈ അറ്റാക്ക്ഡ് ഓസ്ട്രിയ ആൻഡ് ചെക്കോസ്ലോവാക്യ. അദ്ദേഹവും മുസോളിനിയെ പോലെ രണ്ട് രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കി, ഓസ്ട്രിയയെയും ചെക്കോസ്ലോവാക്യയെയും. ജർമ്മനി ഫോംഡ് അലയൻസ് വിത്ത് ഇറ്റലി ആൻഡ് ജപ്പാൻ. തങ്ങളെ പോലെ അല്ലെങ്കിൽ ഏകാധിപതികളായ മറ്റ് ഭരണാധികാരികളോടൊപ്പം ചേർന്ന് ഹിറ്റ്ലർ ഒരു അലയൻസ് ഉണ്ടാക്കി, സഖ്യമുണ്ടാക്കി. അങ്ങനെ ജപ്പാൻ, ഇറ്റലി, ജർമ്മനി എന്നൊരു സഖ്യമുണ്ടായി വന്നു. ജപ്പാൻ, ഇറ്റലി, ജർമ്മനി. ഇറ്റ് വാസ് ഓപ്പോസ്ഡ് ബൈ അതർ കൺട്രീസ്. ഈ 3 രാജ്യങ്ങളുടെ സഖ്യത്തെ അല്ലെങ്കിൽ ഏകാധിപതികളായ 3 ഭരണാധികാരികളുടെ സൈനിക സഖ്യത്തെ മറ്റു രാജ്യങ്ങൾ എതിർക്കാനായിട്ട് തുടങ്ങി. അൾട്ടിമേറ്റ്ലി ദിസ് ലെഡ് ടു ദ ഔട്ട്ബ്രേക്ക് ഓഫ് അനദർ വേൾഡ് വാർ. അങ്ങനെ ഈ ഏകാധിപതികളായ ഡിക്റ്റേറ്റേഴ്സ് ആയിട്ടുള്ള 3 ഭരണാധികാരികളുടെ സൈനിക സഖ്യത്തെ മറ്റു ലോകരാജ്യങ്ങൾ എതിർത്തപ്പോൾ സ്വാഭാവികമായും അത് വീണ്ടും ഒരു യുദ്ധമുണ്ടാകുന്നതിന് കാരണമായി മാറി. അങ്ങനെയുണ്ടായ രണ്ടാമത്തെ വലിയ യുദ്ധമാണ് ദ സെക്കൻഡ് വേൾഡ് വാർ എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അതാണ് രണ്ടാം ലോകയുദ്ധം. 1939 മുതൽ 1945 വരെയാണ് രണ്ടാം ലോകയുദ്ധം നടന്നത്. The Second World War that lasted from 1939 to 1945. 1939 മുതൽ 1945 വരെയാണ് രണ്ടാം ലോകയുദ്ധം നടന്നത്. രണ്ടാം ലോകയുദ്ധം ഉണ്ടാകുവാനുള്ള സാഹചര്യം ആണ് രണ്ടാമത് പാരഗ്രാഫിൽ പറയുന്നത്. നോക്കാം. Following the peace treaty of Paris in 1919, the victorious nations shared the colonies of the defeated nations. 1919 പാരീസ് സമാധാന സന്ധി ഉണ്ടാക്കി. ഒന്നാം ലോക യുദ്ധാനന്തരം ഉണ്ടാക്കിയ ഉടമ്പടികളിൽ പ്രധാനപ്പെട്ടതാണ് പാരീസ് ഉടമ്പടി. അതിനെ 1919 പാരീസ് സമാധാന സന്ധി. അതനുസരിച്ചിട്ട് വിക്ടോറിയസ് നേഷൻസ് ഷെയർഡ് ദ കോളനീസ് ഓഫ് ദ ഡിഫീറ്റഡ് നേഷൻസ്. പരാജയപ്പെട്ട രാജ്യങ്ങളുടേതായി ഉണ്ടായിരുന്ന കോളനികളെല്ലാം വിജയിച്ച രാജ്യങ്ങൾ ഷെയർ ചെയ്തെടുത്തു, അവർ പകുത്തെടുത്തു. നെയ്തർ ജർമ്മനി ഓർ ഇറ്റലി ഹാഡ് എനി കോളനി ഓർ മാർക്കറ്റ്. ജർമ്മനിക്കോ ഇറ്റലിക്കോ ഒരു കോളനിയും ലഭിച്ചില്ല, ഒരു വിപണി മാർക്കറ്റും ലഭിച്ചില്ല. ജർമ്മനിക്കും ഇറ്റലിക്കും ഉണ്ടായിരുന്നതെല്ലാം വിജയിച്ച രാജ്യങ്ങൾ, സഖ്യകക്ഷികൾ പങ്കിട്ടെടുത്തു. Therefore, for enhancing their political economic stability, Italy and Germany planned to conquer colonies and attack weak nations. അപ്പോൾ സ്വാഭാവികമായും തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിരതയ്ക്ക് വേണ്ടി ഇറ്റലിയും ജർമ്മനിയും പുതുതായി കോളനികൾ നേടിയെടുക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ കോളനികൾ നേടിയെടുക്കണമെങ്കിൽ വീക്ക് നേഷൻസിനെ അറ്റാക്ക് ചെയ്യണം. ശക്തി കുറഞ്ഞ രാജ്യങ്ങളെ, ദുർബല രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കോളനികളാക്കാൻ ഇറ്റലിയും ജർമ്മനിയും ആഗ്രഹിച്ചു. In an effort to extend this policy of aggression, Italy and Germany, along with Japan, formed an alliance called Axis powers. ഈ ലക്ഷ്യത്തോടെ സമാന ചിന്താഗതിക്കാരനായ ജപ്പാനുമായി ചേർന്ന് ഇറ്റലി, ജർമ്മനി, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരു അലയൻസ്, ഒരു സഖ്യം രൂപീകരിക്കുന്നു. ആ സഖ്യത്തിൻ്റെ പേരാണ് ആക്സിസ് പവേഴ്സ് അല്ലെങ്കിൽ അച്ചുതണ്ടു ശക്തികൾ, ആക്സിസ് പവേഴ്സ്. അങ്ങനെ ജർമ്മനി, ജപ്പാൻ, ഇറ്റലി എന്നിങ്ങനെ ഒരു സൈനിക ചേരി രൂപീകരിക്കപ്പെടുന്നു. അതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി, കൗണ്ടറിംഗ് ദിസ് അലയൻസ്, ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് ചൈന ഫോംഡ് ദ അലീഡ് പവേഴ്സ്. കൗണ്ടറിംഗ് ദിസ് അലയൻസ്, ഈ ആക്സിസ് പവേഴ്സിൻ്റെ നീക്കങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി
അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടനും ഫ്രാൻസും ചൈനയും ചേർന്ന് മറ്റൊരു സഖ്യം രൂപീകരിച്ചു. ആ സഖ്യത്തിൻ്റെ പേരാണ് അലൈഡ് പവേഴ്സ്. അപ്പോൾ രണ്ടാം ലോക യുദ്ധത്തിൻ്റെ സാഹചര്യം ഇതാണ്. 1919 പാരീസ് സമാധാന ഉടമ്പടി അനുസരിച്ച് വിജയിച്ച രാജ്യങ്ങൾ പരാജയപ്പെട്ട രാജ്യങ്ങളുടെ കോളനികൾ സ്വന്തമാക്കി അല്ലെങ്കിൽ പകുത്തെടുത്തു. സ്വാഭാവികമായും ഇറ്റലിക്കും ജർമ്മനിക്കും ഒരു കോളനിയും ലഭിച്ചില്ല. അവരുടെ മാർക്കറ്റുകൾ അവർക്ക് നഷ്ടമായി. അപ്പോൾ അവർക്ക് സാമ്പത്തികമായും സൈനികമായും അല്ലെങ്കിൽ രാഷ്ട്രീയമായും ഒക്കെ സ്ഥിരത നേടണമെങ്കിൽ, ശക്തരാകണമെങ്കിൽ കൂടുതൽ കോളനികളെ ആർജിക്കേണ്ടതുണ്ട്. അങ്ങനെ കോളനികൾ ആർജിക്കണമെങ്കിൽ ദുർബല രാഷ്ട്രങ്ങളെ പുതുതായി കീഴ്പ്പെടുത്തി കോളനിയാക്കണം. അതിനായി അവരുടെ നീക്കങ്ങൾ. അങ്ങനെ ജർമ്മനിയും ഇറ്റലിയും സമാന ചിന്താഗതിയുള്ള ജപ്പാനും ചേർന്നുകൊണ്ട് ആക്സിസ് പവേഴ്സ് എന്ന പേരിൽ ഒരു സൈനിക സഖ്യം, ഒരു സൈനിക ചേരി രൂപീകരിക്കുന്നു. ഈ സൈനിക ചേരിയുടെ നീക്കങ്ങളെ ചെറുത്തു നിർത്തുന്നതിന്, കൗണ്ടർ ചെയ്യുന്നതിന് ബ്രിട്ടനും ഫ്രാൻസും ചൈനയും ചേർന്ന് അലൈഡ് പവേഴ്സ് എന്ന പേരിൽ മറ്റൊരു സൈനിക ചേരി കൂടി രൂപീകരിക്കുന്നു. അങ്ങനെ രണ്ടാം ലോക യുദ്ധം ആരംഭിക്കുന്നതിനുള്ള സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു വേദി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ രണ്ട് ചേരികൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്, ആക്സിസ് പവേഴ്സും അലൈഡ് പവേഴ്സും. The members of Axis powers were Germany, Italy, Japan, and same allied powers were England, France and China. ജർമ്മനിയും ജപ്പാനും ഇറ്റലിയും ചേരുന്ന അലൈഡ് പവേഴ്സും ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയും ചേരുന്ന ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ചേരുന്ന ആക്സിസ് പവേഴ്സും ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയും ചേരുന്ന അലൈഡ് പവേഴ്സും. അങ്ങനെ രണ്ട് സൈനിക ചേരികളായി രണ്ടാം ലോക യുദ്ധത്തിൽ ഏറ്റുമുട്ടുന്നു. ഇനി മറ്റ് പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ കൂടി ഓർക്കുക. അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. അടുത്ത പാരഗ്രാഫിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് ദ പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്നതാണ്. ദ പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്താണ്? ദ പോളിസി ഓഫ് അപ്പീസ്മെന്റ് അല്ലെങ്കിൽ മലയാളത്തിൽ പ്രീണന നയം. പോളിസി ഓഫ് അപ്പീസ്മെന്റ്. ശ്രദ്ധിക്കുക. ലീഗ് ഓഫ് നേഷൻസ് ഫെയിൽഡ് ടു സ്റ്റോൾ ദ അറ്റാക്സ് ഓഫ് ദ ആക്സിസ് പവേഴ്സ്. ആക്സിസ് പവേഴ്സ് 3 പേര്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, അവർ കൂടുതൽ കോളനികൾ നേടിയെടുക്കാനായിട്ട് അതിനുവേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവർ യുദ്ധങ്ങൾ ആരംഭിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആക്സിസ് പവേഴ്സിന്റെ നീക്കങ്ങളെ, അവരുടെ ആദ്യകാല യുദ്ധങ്ങളെ തടഞ്ഞു നിർത്തുവാൻ ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് സാധിച്ചില്ല. When Germany, Italy and Japan attacked other nations, capitalist countries like Britain, France did not prevent the attacks. ജർമ്മനിയും ജപ്പാനും ചെറുരാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ, ജർമ്മനിയും ജപ്പാനും ഇറ്റലിയും ചെറുരാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ മുതലാളിത്ത രാജ്യങ്ങളായ ബ്രിട്ടനും ഫ്രാൻസും ഒന്നും ഈ ആക്രമണങ്ങളെ ചെറുക്കുവാൻ, തടയുവാൻ ശ്രമിച്ചില്ല. എന്തുകൊണ്ടാണ്? They considered, അവർ വിചാരിച്ചത്, അവർ പരിഗണിച്ചത്, സോവിയറ്റ് യൂണിയൻ ബീങ് എ സോഷ്യലിസ്റ്റ് കൺട്രി വാസ് their ചീഫ് enemy. അവരെ സംബന്ധിച്ചിടത്തോളം, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചീഫ് എനിമി എന്ന് പറയുന്നത്, മുഖ്യ ശത്രു എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യമാണ്. സോഷ്യലിസ്റ്റ് രാജ്യമായ സോവിയറ്റ് യൂണിയനാണ് അവരുടെ മുഖ്യ ശത്രു. അതുകൊണ്ട് തന്നെ ജർമ്മനിയുടെയും ജപ്പാന്റെയും യുദ്ധങ്ങളെ, ആക്രമണങ്ങളെ തുടക്കത്തിൽ ചെറുത്തു നിർത്തുവാൻ ബ്രിട്ടനും ഫ്രാൻസും തയ്യാറായില്ല. ഈ നയം, ദിസ് പോളിസി വിച്ച് എൻകറേജ്ഡ് ഫാസിസ്റ്റ് അറ്റാക്സ് നോൺ ആസ് പോളിസി ഓഫ് അപ്പീസ്മെന്റ്. അങ്ങനെ ഫാസിസ്റ്റുകളുടെ, ജർമ്മനിയുടെയും ഇറ്റലിയുടെയും അറ്റാക്കുകളെ, ആക്രമണങ്ങളെ എൻകറേജ് ചെയ്ത, പ്രോത്സാഹിപ്പിച്ച ഈ നയം, ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നയം പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ പ്രീണന നയം എന്നറിയപ്പെടുന്നു. എന്താണ് പ്രീണന നയം? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ആദ്യ സമയത്ത് ചെറു രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്തപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും പോലെയുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ ക്യാപിറ്റാലിസ്റ്റ് കൺട്രീസ് ആയ മുതലാളിത്ത രാജ്യങ്ങളായ ബ്രിട്ടനും ഫ്രാൻസും
ആ ആക്രമണങ്ങളെ ചെറുത്തില്ല. കാരണം അവർ മുഖ്യ ശത്രുവായി കണ്ടത് സോവിയറ്റ് യൂണിയനെ ആയിരുന്നു. സോഷ്യലിസ്റ്റ് രാജ്യമായ സോവിയറ്റ് യൂണിയനെയാണ് അവർ മുഖ്യ ശത്രുവായി കണ്ടത്. അതുകൊണ്ട് തന്നെ ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ആക്രമണങ്ങളെ ചെറുത്തില്ല. ഈ നയം പോളിസി ഓഫ് അപ്പീസ്മെന്റ്, പ്രീണന നയം എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ 1939 സെപ്റ്റംബർ മാസം 1-ാം തീയതി ജർമ്മനി അറ്റാക്ക്ഡ് പോളണ്ട്. ജർമ്മനി ഓരോ രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്ത് 1939 സെപ്റ്റംബർ മാസം 1-ാം തീയതി ആകുമ്പോൾ പോളണ്ടിനെ ആക്രമിക്കുന്നു. This prompted the Allied nations to declare war against Germany that ultimately resulted in the outbreak of the Second World War. ഈ ജർമ്മനിയുടെ പോളണ്ട് ആക്രമണത്തെ തുടർന്ന് അലൈഡ് പവേഴ്സ് വിചാരിച്ചു, ഇനി നമ്മൾ ചെറുത്തു നിന്നില്ലെങ്കിൽ പ്രശ്നമാകും. അങ്ങനെ ജർമ്മനിയുടെ പോളണ്ട് ആക്രമണത്തിനെതിരെ പ്രതികരിക്കുവാൻ അലൈഡ് പവേഴ്സ് തീരുമാനിക്കുന്നു. That ultimately resulted in the outbreak of the Second World War. അത് രണ്ടാം ലോകയുദ്ധം ഉണ്ടാകുന്നതിനുള്ള കാരണമായി മാറുന്നു, അല്ലെങ്കിൽ അതോടുകൂടി രണ്ടാം ലോകയുദ്ധം ഉണ്ടാകുന്നു. അപ്പോൾ രണ്ടാം ലോകയുദ്ധത്തിനുള്ള അവസാന മണിമുഴക്കം ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമായിരുന്നു എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, രണ്ടാം ലോകയുദ്ധത്തിൽ ഏറ്റുമുട്ടിയ രണ്ട് സൈനിക ചേരികൾ ആക്സിസ് പവേഴ്സ്, അലൈഡ് പവേഴ്സ്, മെമ്പേഴ്സ് ഓഫ് ആക്സിസ് പവേഴ്സ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, മെമ്പേഴ്സ് ഓഫ് അലൈഡ് പവേഴ്സ് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. നമ്മൾ പറഞ്ഞത് പോളിസി ഓഫ് അപ്പീസ്മെന്റ് ആണ്. ലീഗ് ഓഫ് നേഷൻസ് ഫെയിൽഡ് ടു ചെക്ക് ദ അറ്റാക്സ് ഓഫ് ആക്സിസ് പവേഴ്സ്. Germany, Italy, Japan attacked several nations, but during this time capitalist countries like Britain, France, etc. didn't prevent these attacks. Why they didn't prevent these attacks? Because they considered Soviet Union, the socialist country, as their chief enemy. This policy which followed by Britain and France, or capitalist countries like Britain and France, is known as the policy of appeasement. And this policy encouraged the fascist attacks. Then 1939, on the 1st September 1939, Germany attacked Poland, and it ultimately caused or resulted in the outbreak of the Second World War. Effects of the war. യുദ്ധം കൂടുതൽ ശക്തി പ്രാപിച്ചു. കൂടുതൽ രാജ്യങ്ങൾ ഇരു ചേരികളിലും പങ്കെടുത്തു. അംഗസംഖ്യ കൂടി, യുദ്ധം ശക്തി പ്രാപിച്ചു. പക്ഷേ പ്രബല രാജ്യങ്ങളുടെ വരവോടെ യുദ്ധത്തിൻ്റെ ഗതി മാറുന്നു. അതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. യുദ്ധത്തിൻ്റെ അവസാന ഘട്ടം മാത്രമാണ് ഇനി പഠിക്കാനായിട്ടുള്ളത്. The entry of Soviet Union and America changed the complexion of the Second World War. സോവിയറ്റ് യൂണിയനും അമേരിക്കയും യുദ്ധത്തിലേക്ക് കടന്നു വന്നതോടെയാണ് രണ്ടാം ലോക യുദ്ധത്തിൻ്റെ മുഖം മാറുന്നത്, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ രീതിയിൽ മാറ്റം ഉണ്ടാകുന്നത്. ഇറ്റലി ആൻഡ് ജർമ്മനി കുഡ് നോട്ട് വിസ്റ്റാൻഡ് ദ അറ്റാക്സ് ആൻഡ് സറണ്ടേർഡ് ഇമ്മീഡിയറ്റ്ലി. അതുവരെ വിജയിച്ചു നിന്ന ഇറ്റലിയും ജർമ്മനിയും അടങ്ങുന്ന ചേരി, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ അടങ്ങുന്ന ചേരി, ആക്സിസ് പവേഴ്സ് അല്ലെങ്കിൽ അച്ചുതണ്ട് ശക്തികൾ വളരെ പെട്ടെന്ന് പരാജയപ്പെടാനായിട്ട് തുടങ്ങി. അവർ പരാജയം സമ്മതിച്ചു. മുസോളിനി വാസ് കിൽഡ്. മുസോളിനിയെ കൊലപ്പെടുത്തുന്നു. ഹിറ്റ്ലർ കമ്മിറ്റഡ് സൂയിസൈഡ്. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ദ സോവിയറ്റ് ആർമി മൂവ്ഡ് ടുവേർഡ്സ് ജപ്പാൻ ത്രൂ ട്രാൻസ് സൈബീരിയൻ പാതയിലൂടെ സോവിയറ്റ് യൂണിയന്റെ സൈന്യം ജപ്പാനിലേക്ക് നീങ്ങി. ബട്ട് ബിഫോർ ഇറ്റ് കുഡ് റീച്ച് ജപ്പാൻ, പക്ഷേ സോവിയറ്റ് സൈന്യം ജപ്പാനിൽ എത്തുന്നതിന് മുൻപേ തന്നെ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഡ്രോപ്പ്ഡ് 2 ആറ്റം ബോംബ്സ് ഇൻ ജപ്പാൻ. സോവിയറ്റ് യൂണിയന്റെ സൈന്യം ട്രാൻസ് സൈബീരിയൻ പാതയിലൂടെ ജപ്പാനിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ USA, അമേരിക്ക ജപ്പാനിൽ 2 ആറ്റം ബോംബുകൾ വർഷിച്ചു. ലിറ്റിൽ ബോയ് ഇൻ ഹിരോഷിമ ഓൺ 6th August 1945. 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതി ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്നു പേരുള്ള ഒരു ആറ്റം ബോംബും, അതേ മാസം 9-ാം തീയതി 1945 ഓഗസ്റ്റ് മാസം 9-ാം തീയതി ആദ്യ ആറ്റം ബോംബ് വർഷത്തിന് 3 ദിവസങ്ങൾക്ക് ശേഷം 9-ാം തീയതി നാഗസാക്കി എന്ന സ്ഥലത്ത് ഫാറ്റ് മാൻ എന്ന മറ്റൊരു ആറ്റം ബോംബും വർഷിക്കുന്നു. സൂൺ ജപ്പാൻ സറണ്ടേഡ്. പിന്നീട് ജപ്പാനെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. ജപ്പാൻ പരാജിതരായി. ജപ്പാൻ പരാജയം സമ്മതിച്ചു. ഒരിക്കൽ കൂടി, the entry of the Soviet Union and America changed the complexion of the Second World War.
ഇറ്റലി ജർമ്മനി കുഡ് നോട്ട് വിസ്റ്റാൻഡ് ദ അറ്റാക്സ്. ഇറ്റലിക്കും ജർമ്മനിക്കും സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞില്ല. മുസോളിനിയെ കൊല്ലുന്നു, ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നു. ട്രാൻസ് സൈബീരിയൻ പാതയിലൂടെ സോവിയറ്റ് യൂണിയന്റെ ആർമി ജപ്പാനിലേക്ക് മൂവ് ചെയ്യുന്നു. പക്ഷെ ബിഫോർ ദ എൻട്രി ഓഫ് ദിസ് സോവിയറ്റ് ആർമി, the United States of America dropped 2 atom bombs in Japan. First one, little boy, on 6th August 1945, and the second one, fat man, in Nagasaki. The particular place is Nagasaki. Nagasaki on 9th August 1945. After these explosions, Japan totally surrendered. അത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കോൺസിക്വൻസസ് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ ആണ്. രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഫലങ്ങൾ. അതും ഒരു 6 പോയിന്റുകളാണ്. ഒന്നാമത്തേത്, ഓവർ 10 മില്യൺ പീപ്പിൾ ഡൈഡ്. ഏകദേശം 10 ദശലക്ഷം ആളുകളാണ് മരണപ്പെട്ടത്. എക്കോണമിക് സിസ്റ്റം ഓഫ് യൂറോപ്യൻ കൺട്രീസ് വാസ് ഡിസ്ട്രോയിഡ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ നാശമായി. 3, യൂറോപ്യൻ ഡൊമിനൻസ് ഇൻ വേൾഡ് ഡെമിനിഷ്ഡ്. ലോകത്തെമ്പാടുമുള്ള യൂറോപ്യൻ മേധാവിത്വം ഇല്ലാതെയായി. യൂറോപ്യൻ രാജ്യങ്ങളുടെ മേധാവിത്വം അവസാനിച്ചു. ഫ്രീഡം മൂവ്മെന്റ്സ് ഇൻ ഏഷ്യ ആഫ്രിക്ക ഇന്റൻസിഫൈഡ്. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ കൂടുതൽ കരുത്താർജിച്ചു, ശക്തിയാർജിച്ചു. ഫ്രീഡം മൂവ്മെന്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഇന്റൻസിഫൈഡ്. Then the next point, America and Soviet Union emerged as global powers. One of the important results of the Second World War. America and Soviet Union emerged as global powers. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ആഗോള ശക്തികളായി വളർന്നു വന്നു. 2 പുതിയ ശാക്തിക രാജ്യങ്ങളുണ്ടായി. ഒന്ന് അമേരിക്കയും മറ്റൊന്ന് സോവിയറ്റ് യൂണിയനും. The last point, in a bid to preserve and maintain world peace, the United Nations Organization or UNO was formed. അതായത് ലോക സമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ലോക സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടു. അതിൻ്റെ പേര് UNO എന്നാണ്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, ഐക്യരാഷ്ട്ര സംഘടന. വൺസ് അഗെയിൻ, ഓവർ 10 മില്യൺ പീപ്പിൾ ഡൈഡ്. 10 ദശലക്ഷം ആളുകളാണ് മരണപ്പെട്ടത്. എക്കോണമിക് സിസ്റ്റം ഓഫ് യൂറോപ്യൻ കൺട്രീസ് വാസ് ഡിസ്ട്രോയിഡ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ നാശമായി. യൂറോപ്യൻ ഡൊമിനൻസ് ഇൻ വേൾഡ് ഡിമിനിഷ്ഡ്. ലോകത്തെമ്പാടുമുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ മേധാവിത്വം ഇല്ലാതെയായി. നെക്സ്റ്റ് വൺ, ഫ്രീഡം മൂവ്മെന്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഇന്റൻസിഫൈഡ്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ കരുത്താർജിച്ചു. അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ എമർജ്ഡ് ആസ് ഗ്ലോബൽ പവേഴ്സ്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ആഗോള ശക്തികളായി വളർന്നു വന്നു. In a bid to preserve and maintain world peace, the United Nations Organization was formed. അതായത് ലോക സമാധാനം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്ര സംഘടന എന്ന പേരിൽ ഒരു ലോക സംഘടന രൂപീകരിക്കപ്പെട്ടു. These were the important consequences or results of the Second World War. അടുത്ത പാരഗ്രാഫിൽ പഠിക്കാനുള്ളത് ഐക്യരാഷ്ട്ര സംഘടനയെ കുറിച്ചാണ്. On the Wings of Peace എന്ന പാരഗ്രാഫ്. ഒന്നാം ലോക യുദ്ധാനന്തരം ലോകസമാധാനം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ്. ബട്ട് ലീഗ് ഓഫ് നേഷൻസ് ഫെയിൽഡ് ടു മെയിൻറ്റെയിൻ ദെയർ ഗോൾ ഓർ എയിം. അവരുടെ എയിം അല്ലെങ്കിൽ ലക്ഷ്യം നിലനിർത്തുന്നതിൽ, നേടിയെടുക്കുന്നതിൽ ലീഗ് ഓഫ് നേഷൻസ് പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് സെക്കൻഡ് വേൾഡ് വാർ ബ്രോക്ക് ഔട്ട് ചെയ്യപ്പെട്ടത്. സോ ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ, ദ ലീഡേഴ്സ് ഓഫ് ദ വേൾഡ് decided to form another world organization for maintaining peace. സമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റൊരു ലോക സംഘടന രൂപീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് രണ്ടാം ലോക യുദ്ധാനന്തരം ലോക നേതാക്കന്മാർ തിരിച്ചറിയുന്നു. അവരതിനു വേണ്ടി പരിശ്രമിക്കുന്നു. അങ്ങനെ ആസ് എ റിസൾട്ട് ഓഫ് ദിസ്, on 24th October 1945, a new organization established that is known as the United Nations Organization. അതിൻ്റെ ഫലമായിട്ട് 1945 ഒക്ടോബർ മാസം 24-ാം തീയതി മറ്റൊരു സംഘടന ഫോം ചെയ്യുന്നു. മറ്റൊരു ആഗോള സമാധാന സംഘടന ഫോം ചെയ്യുന്നു. അതിൻ്റെ പേരാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. 1945 ഒക്ടോബർ മാസം 24-ാം തീയതിയാണ് ഇത് ഫോം ചെയ്തത്. ഈ സംഘടനയുടെ ആസ്ഥാനം, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് UN ഈസ് ന്യൂയോർക്ക്. യുഎന്നിൻ്റെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ്.
ന്യൂയോർക്കിൽ ആണ് ആസ്ഥാനം. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. 1945 ഒക്ടോബർ മാസം 24 ഫോം ചെയ്തതാകയാൽ എല്ലാ വർഷവും ഒക്ടോബർ 24 എന്ന് പറയുന്ന തീയതി ഐക്യരാഷ്ട്ര ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. UN ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ഒക്ടോബർ 24 is observed as United Nations Day or UN Day. ഒക്ടോബർ 24 UN ഡേ ആയി ആചരിക്കുന്നു. ഇത്രയുമാണ് ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ച് പഠിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ. ഇനി അവർക്കൊരു ലക്ഷ്യമുണ്ട്. Their main objectives were to save the succeeding generations from the scourge of war, to protect international treaties and laws, and to foster social and economic development of the countries. ഇത്രയുമാണ് ലക്ഷ്യങ്ങൾ. നോക്കുക, their important aims or objectives were save the succeeding generations from the scourge of war. ഇനി വരുന്ന തലമുറകളെ യുദ്ധത്തിന്റെ കെടുതികളിൽ നിന്ന് സംരക്ഷിക്കുക. To protect international treaties and laws, അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക. And to foster social and economic development of countries, അതുപോലെ ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക സാമൂഹിക വികസനത്തെ പ്രോത്സാഹിപ്പിക്കുക. ഈ 3 ലക്ഷ്യങ്ങളാണ് പ്രധാനമായും ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഉള്ളത്. അടുത്തത് കോളനീസ് ബിക്കം ഫ്രീ എന്ന ഭാഗമാണ്. പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ ഡൊമിനൻസ് ഓഫ് ഇമ്പീരിയൽ പവേഴ്സ് വാസ് ക്വസ്റ്റ്യൻഡ്. 2ാം ലോക യുദ്ധം കഴിഞ്ഞുള്ള കാലത്ത് സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ മേധാവിത്വത്തെ ചോദ്യം ചെയ്തു, അല്ലെങ്കിൽ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലമായിരുന്നു. യൂറോപ്യൻ കൺട്രീസ് കുഡ് നോട്ട് സപ്രസ് ദ ഇൻറ്റൻസിഫൈഡ് നാഷണാലിസ്റ്റ് മൂവ്മെന്റ്സ് ഇൻ കോളനീസ്. കോളനികളിലെ തീവ്രമായ സ്വാതന്ത്ര്യ സമര മോഹങ്ങളെ അടിച്ചമർത്തുവാൻ യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് കഴിയാതെയായി. The USA and USSR, which emerged as superpowers after the Second World War, supported freedom movements in various European colonies. 2ാം ലോക യുദ്ധാനന്തരം ആഗോള ശക്തികളായി ഉയർന്നു വന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും യൂറോപ്യൻ കോളനികളിലെ, യൂറോപ്പക്കാരന്മാരുടെ കോളനികളിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുകയുണ്ടായി. ഗ്രാജുവലി colonies started to secure freedom from the imperialist control. This process is called decolonization. ക്രമേണ കോളനി രാജ്യങ്ങൾ ഒന്നൊന്നായി സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്ന് മോചിതരാകുന്ന അവസ്ഥയുണ്ടായി. ഈ പ്രക്രിയയ്ക്ക് ഡീകോളനൈസേഷൻ എന്ന് പറയുന്നു. അപകോളനീകരണം എന്ന് മലയാളം. അപ്പോൾ ചോദ്യം, എന്താണ് ഡീകോളനൈസേഷൻ? അപ്പോൾ ഉത്തരം എഴുതേണ്ടത് ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ചുരുക്കി എഴുതണം. ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ, USA, USSR, etc. emerged as superpowers, supported freedom movements in colonies. 2ാം ലോക യുദ്ധാനന്തരം ആഗോള ശക്തികളായി ഉയർന്നു വന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും കോളനികളിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ അനുകൂലിച്ചു. അതുകൊണ്ട് തന്നെ 2ാം ലോക യുദ്ധാനന്തരം നിരവധി ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങൾ നവസ്വതന്ത്ര രാജ്യങ്ങളായി മാറി, പുതുതായി സ്വാതന്ത്ര്യം നേടി. ദിസ് പ്രോസസ് ഈസ് കാൾഡ് ഡീകോളനൈസേഷൻ. ഈ പ്രക്രിയയെയാണ് ഡീകോളനൈസേഷൻ എന്ന് പറയുന്നത്. അതിന് താഴെ ഒരു ചില നേതാക്കന്മാരുടെ ചിത്രമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. പിക്ചേഴ്സ് ഓഫ് സർട്ടൻ ലീഡേഴ്സ്. അത് ഓരോ രാജ്യങ്ങളിലും സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയവരാണ്. ഇത് നമുക്കറിയാം, മഹാത്മാഗാന്ധിയാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര നേതാവാണ്, നായകനാണ്. അതേപോലെ സൗത്ത് ആഫ്രിക്കയുടെ സ്വാതന്ത്ര്യ സമര നായകനാണ് നെൽസൺ മണ്ടേല. സൗത്ത് ആഫ്രിക്കയ്ക്ക് സ്വാതന്ത്ര്യ സമരത്തിന് മുന്നിൽ നിന്ന് നയിച്ച നേതാവാണ് നെൽസൺ മണ്ടേല. ഘാന എന്ന് പറയുന്ന രാജ്യമുണ്ട്, അവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവായിരുന്നു ക്വാമി എൻക്രൂമ. മറ്റൊന്ന് കെനിയയുടെ നേതാവാണ്, അദ്ദേഹത്തിൻ്റെ പേര് ജോമോ കെനിയാത്ത എന്നാണ്. ഇവരെയൊക്കെ ഓർത്തിരിക്കുക. മാച്ച് ദ ഫോളോവിങ്ങിൽ ചോദ്യമുണ്ടാവാം, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗം കോൾഡ് വാർ എന്നതാണ്. കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ ശീതസമരം എന്നാണ്. അപ്പോൾ നമുക്ക് കോൾഡ് വാർ എന്താണെന്ന് നോക്കാം. 2ാം ലോക യുദ്ധാനന്തരം അമേരിക്കൻ ഐക്യനാടുകളും സോവിയറ്റ് യൂണിയനും
രണ്ട് ശാക്തിക രാജ്യങ്ങളായി ഉയർന്നു വന്നു. The USA and the USSR that formed anti-fascist alliance during the Second World War parted from each other after the war. The USA floated a new alliance of capitalist countries. അമേരിക്ക മുതലാളിത്ത രാജ്യമാണ്. മുതലാളിത്ത രാജ്യങ്ങളുടെ ഒരു ചേരി അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. while the USSR led socialist nations. മറുപക്ഷത്ത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ ഒരു ചേരി USSRന്റെ നേതൃത്വത്തിലും രൂപീകരിക്കപ്പെട്ടു. അങ്ങനെ രണ്ടാം ലോക യുദ്ധാനന്തരം അമേരിക്കൻ ഐക്യനാടുകളുടെ നേതൃത്വത്തിൽ അമേരിക്കൻ ഐക്യനാടുകളുടെ നേതൃത്വത്തിൽ മുതലാളിത്ത രാജ്യങ്ങളുടെ ഒരു ചേരിയും സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ ഒരു ചേരിയും രൂപീകരിക്കപ്പെട്ടു. ദീസ് ടു ബ്ലോക്സ്, ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക് ആൻഡ് സോഷ്യലിസ്റ്റ് ബ്ലോക്ക്, ദാറ്റ് റെപ്രസെന്റഡ് കോൺട്രാഡിക്ടറി ഐഡിയാസ് കണ്ടിന്യൂഡ് ദെയർ പൊളിറ്റിക്കൽ ആൻഡ് ഡിപ്ലോമാറ്റിക് വാർസ്. ഇവര് രണ്ട് ചേരികളാണ്, ഒരിക്കലും ഒരുമിച്ച് പോകാത്ത രണ്ട് ആശയങ്ങളാണ് ക്യാപിറ്റലിസവും സോഷ്യലിസവും. ഈ രണ്ട് രാജ്യങ്ങളും നയിക്കുന്ന രണ്ട് ചേരികളും തമ്മിൽ രാഷ്ട്രീയമായും നയതന്ത്രപരമായും ഒക്കെയുള്ള ശാന്തമായ യുദ്ധം, അല്ലെങ്കിൽ ആയുധമെടുക്കാതെയുള്ള യുദ്ധം നടന്നു. ആശയപരമായ യുദ്ധം അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആണ് ഉണ്ടായിരുന്നത്. ദിസ് എനിമിറ്റി based on ideological conflict and diplomatic confrontations was called the Cold War. ഈ ശത്രുത അമേരിക്കൻ ചേരി രാജ്യങ്ങളും സോവിയറ്റ് ചേരി രാജ്യങ്ങളും തമ്മിലുള്ള ആശയപരമായ സംഘടനം, നയതന്ത്രപരമായ യുദ്ധം, അതിനെയാണ് കോൾഡ് വാർ അല്ലെങ്കിൽ ശീതസമരം എന്ന് പറയുന്നത്. ഈ ശീതസമരം അല്ലെങ്കിൽ കോൾഡ് വാർ എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയിരുന്ന ബർണാഡ് ബറൂച്ച് ആണ്. അമേരിക്കൻ എക്കണോമിസ്റ്റ് ബർണാഡ് ബറൂച്ച് ഫസ്റ്റ് യൂസ്ഡ് ദ വേൾഡ് കോൾഡ് വാർ. ഈ കോൾഡ് വാർ എന്ന പദം, കോൾഡ് വാർ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ബർണാഡ് ബറൂച്ച് എന്ന പേരുള്ള അമേരിക്കൻ എക്കണോമിസ്റ്റ് ആണ്. അതുപോലെ ഈ വാക്കിന് ഇത്രയധികം പ്രചാരം ഉണ്ടാക്കി കൊടുത്തത് വാൾട്ടർ ലിപ്മാൻ who gave the term world currency with his book The Cold War. ഈ കോൾഡ് വാർ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയ ആളാണ് വാൾട്ടർ ലിപ്മാൻ. ആ പുസ്തകത്തിലൂടെയാണ് കോൾഡ് വാർ എന്ന പദം ഇത്രയധികം പോപ്പുലാരിറ്റി നേടിയെടുക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് കോൾഡ് വാറിനെ കുറിച്ച് അറിയേണ്ടത്. ഒരിക്കൽ കൂടി മലയാളത്തിൽ പറയാൻ ശ്രദ്ധിക്കുക. രണ്ടാം ലോക യുദ്ധാനന്തരം അമേരിക്കയും സോവിയറ്റ് യൂണിയനും ശാക്തിക രാജ്യങ്ങളായി ഉയർന്നു വന്നു. അമേരിക്ക നമുക്കറിയാം മുതലാളിത്ത രാജ്യമാണ്. അമേരിക്കയുടെ നിയന്ത്രണത്തിൽ ഒരു മുതലാളിത്ത ചേരി ഉണ്ടായി, മുതലാളിത്ത രാജ്യങ്ങളുടെ ഒരു ചേരി ഉണ്ടായി. മറുവശത്ത് സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ ഒരു ചേരി ഉണ്ടായി. ഇരു ചേരി രാജ്യങ്ങളും തമ്മിലുള്ള ആശയപരമായ സംഘടനമാണ്, നയതന്ത്ര യുദ്ധമാണ് കോൾഡ് വാർ എന്നറിയപ്പെടുന്നത്. അതൊരിക്കലും ആയുധമെടുത്തുള്ള ഒരു യുദ്ധമല്ല, നയതന്ത്രപരമായ യുദ്ധമാണ്, ഡിപ്ലോമാറ്റിക് വാറാണ്, ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആണ്. അതിനെയാണ് കോൾഡ് വാർ എന്ന് അറിയപ്പെടുന്നത്. ഇവിടെയുള്ളത് ബൈപോളാർ വേൾഡ് എന്നൊരു ഭാഗമുണ്ട്, അറിഞ്ഞിരിക്കുക. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ലോകം രണ്ട് ചേരികളായി നിന്നു. സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും USSRന്റെയും നേതൃത്വത്തിൽ. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ക്യാപിറ്റലിസ്റ്റ് ചേരിയും സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ചേരിയും. ഇങ്ങനെ ലോകം രണ്ട് ബ്ലോക്കുകളായി, ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക് എന്നും സോഷ്യലിസ്റ്റ് ബ്ലോക്ക് എന്നും വേർതിരിഞ്ഞു നിന്ന കാലഘട്ടത്തെ അർണോൾഡ് ടോയിൻബി എന്ന പേരുള്ള ചരിത്രകാരൻ വിശേഷിപ്പിച്ചത് ബൈപോളാർ വേൾഡ് എന്നാണ്. ബൈപോളാർ വേൾഡ് എന്നതിൻ്റെ മലയാളം ഇരുധ്രുവ ലോകം എന്നാണ്. ലോകത്തിൻ്റെ ശക്തി മുഴുവൻ രണ്ട് ധ്രുവങ്ങളിലായി, അമേരിക്ക എന്ന ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിൻ്റെയും സോവിയറ്റ് യൂണിയൻ എന്ന സോഷ്യലിസ്റ്റ് ചേരിയുടെയും കൈകളിൽ ലോകത്തിൻ്റെ ശക്തി മുഴുവൻ കേന്ദ്രീകരിക്കപ്പെട്ടിരുന്ന കാലമാണ് ബൈപോളാർ വേൾഡ് എന്നറിയപ്പെടുന്നത്, രണ്ടാം ലോക യുദ്ധാനന്തരമുള്ള കാലം. ഒപ്പം ഇവിടെ മിലിറ്ററി പാക്റ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുകൂടി ശ്രദ്ധിക്കുക. രണ്ടാം ലോക യുദ്ധാനന്തരം ഉള്ള കാലഘട്ടത്തിൽ ധാരാളം സൈനിക ഉടമ്പടികൾ ഒപ്പുവെച്ചു. സൈനിക ഉടമ്പടികളിൽ അധികവും അമേരിക്കയുടെ നേതൃത്വത്തിലാണ് ഉണ്ടായത്. അതിലൊന്നാമത്തേത് നാറ്റോ എന്നതാണ്, NATO, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. അമേരിക്കയും സഖ്യശക്തികളും ചേർന്നുണ്ടാക്കിയതാണ്. മറ്റൊന്നിൻ്റെ പേര് സിയാറ്റോ എന്നാണ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ. അതും അമേരിക്കൻ ചേരി രാജ്യങ്ങൾ ഉണ്ടാക്കിയ ഉടമ്പടിയാണ്. മറ്റൊന്ന് സെൻഡോയാണ്.
സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ അതും അമേരിക്കയുടെ നേതൃത്വത്തിൽ. അപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിലുണ്ടായ 3 സൈനിക ഉടമ്പടികളാണ് നാറ്റോ, സിയാറ്റോ, സെൻഡോ. മൂന്നാമത്തേത് സെൻഡോ, നാലാമത്തേത് ശ്രദ്ധിക്കുക വാഴ്സാ പാക്ട്. സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുണ്ടായ ഒരേ ഒരു സൈനിക ഉടമ്പടിയാണ് വാഴ്സാ പാക്ട് എന്ന് പറയുന്നത്. സോവിയറ്റ് യൂണിയൻ അവരുടെ സഖ്യശക്തികളുമായി ഉണ്ടാക്കിയ സൈനിക ഉടമ്പടിക്ക് വാഴ്സാ പാക്ട് എന്ന് പറയുന്നു. സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് താഴെ തന്നിരിക്കുന്നതിൽ സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ സൈനിക ഉടമ്പടി ഏത് എന്നാണ്. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഉത്തരം വാഴ്സാ പാക്ട്. ഓർത്തിരിക്കുക, വാഴ്സാ പാക്ട് മാത്രമാണ് സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയത്. വേറെ ഏത് ചോദിച്ചാലും അത് അമേരിക്കയുടെ നേതൃത്വത്തിലാണ്. നാറ്റോ, സിയാറ്റോ, സെൻഡോ, വാഴ്സാ പാക്ട്.